പ്രഗ്നൻ്റ് ആയതോടുകൂടി ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ഞാനും ഗോവിന്ദേട്ടൻ നൈറ്റ് കറങ്ങാൻ പോകുന്നതായിരുന്നു കേട്ടോ. എപ്പോഴും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകുക. എന്തായാലും ഇന്ന് ഗോവിന്ദേട്ടൻ പറയും നമുക്കൊന്ന് ലെൻസ്കാർട്ട് വരെ പോയിട്ട് വരാം, ഗോവിന്ദേട്ടൻ്റെ കണ്ണൊന്ന് ചെക്ക് ചെയ്യണം, പിന്നെ 2 ഗ്ലാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഞാനും കൂടെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് അടുത്തത് കണ്ണാടി ഏത് വെക്കണം എന്നുള്ളതാണ്. ഒരു കൂളിംഗ് ഗ്ലാസും അതുപോലെ തന്നെ നോർമൽ ഗ്ലാസ്സുമാണ് ഗോവിന്ദേട്ടൻ സെലക്ട് ചെയ്തത്. കുറേ നേരം എടുത്തു, ഞാൻ മടുത്ത് അവിടെ ഇരുന്ന് പോയി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവസാനം 2 എടുത്തു. അവർ അനുസരിച്ചുള്ള ഗ്ലാസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ ബ്രദേഴ്സിലോട്ട് വിട്ടു. വീട്ടിൽ നല്ല ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞു എന്തെങ്കിലും ഇടിയപ്പോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ഇടിയപ്പം, ഗോവിന്ദേട്ടൻ പുട്ട് ഏതാണ്ട്. പിന്നെ നേരെ വീട്ടിൽ വന്ന് ആദ്യം വീട്ടിൽ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. കപ്പയും കുറച്ച് ബീഫും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ ഇതാ പുട്ടും ബീഫുമാണ്. ഞാൻ നല്ല ചൂട് ഇടിയപ്പവും കറിയും കൂടെ കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇടിയപ്പവും ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം എന്തായാലും നല്ലപോലെ ഞാനും ഗോവിന്ദേട്ടനും കഴിച്ചു. അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ബൈ.